അങ്ങനെ നമ്മളിന്ന് ഏബൽ വില്ലേജ് കാണാൻ വന്നിട്ടുള്ളത്. പാടിക്കുന്ന് മയില് പാടിക്കുന്നിലുള്ള ഏബൽ വില്ലേജ്. ഏതോട്ടം ഏബൽ വില്ലേജിലേക്ക് നടക്കുന്നത് അങ്ങടെ കാണുന്നതാണ് ഏബൽ വില്ലേജ്. അങ്ങനെ നമ്മൾ ഏബൽ വില്ലേജിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നു. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമായിട്ടാണ്, വ്യക്തി തുടങ്ങിയ സ്ഥാപനം. നമ്മൾ ഏബൽ വില്ലേജിൻ്റെ എൻട്രൻസിലെത്തി. എൻട്രൻസ് 200 രൂപയാണ് അഡൾട്ടിന് വരുന്നത്. ചിൽഡ്രൻസിന് 100 രൂപയും. ഒരാൾക്ക് 200 രൂപയാണ് അടുത്ത എൻട്രൻസ് വരുന്നത്. ചിൽഡ്രൻസിന് 3 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 രൂപ വരുന്നുണ്ട്. അതിനുള്ള ഗുണം ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക്. എമു നായത്ത്. അയ്യോ അയ്യോ കേതിട്ടാ അങ്ങനെ അങ്ങനെ കേതിട്ട് പൊടിയാവും. എമു കേതിട്ട് എമുല്ല ഒട്ടപ്പക്ഷിയാന്ന് തോന്നുന്നു. ഇത് ഇതാരൊക്കെ മൊബൈലായിട്ട് തട്ടി പറിക്കാൻ പോയി. കേതിട്ടാ കുളിച്ചിട്ട് വെച്ചാൽ നാർന്ന് പറ. മൊബൈല് കൊണ്ടുപോവാ കേതിട്ടാ. വലിയ സൈസ് ഉണ്ട്. നല്ലൊരു അരുവി പോലെ സെറ്റപ്പ് ഉണ്ട്. ഇതിങ്ങനെ ഗുഹ പോലെ ആക്കിയിട്ട് നല്ല സെറ്റപ്പ് ഉണ്ടല്ലേ. ഞാൻ വെച്ചാൽ അത് ഒറിജിനൽ ആണ്. അത് ഒറിജിനല്ല, അമ്മ മാത്രമേ എൻ്റെ ഒറിജിനൽ. ചെറിയ താറാവുണ്ട് കേട്ടോ. ഇഗ്വാനുണ്ട്. ഇഗ്വാൻ അതാ ഒറ്റപ്പറിക്കുവാ. കൊരങ്ങൻ ഏതിട്ടാ കൊരങ്ങൻ. മാർമോ സെറ്റ് മങ്കി. ബംഗാൾക്കാർ ബംഗാളികളുണ്ടെന്നല്ലേ. എന്നിട്ട് പാമ്പടാ. ഏതാ മറ്റേതില്ല. ഏതൊക്കെ ഇങ്ങനെ ആശ്ചര്യപ്പെടുത്തല്ലേ ഏതൊക്കെ എലി. ഇതൊന്ന് പെരിച്ചറിയാ ഈ വീഡിയോയിലെല്ലാം കാണുന്ന സാധനം. അണ്ണ മണ്ണിൻ്റെ കളറാണ്. ഈനാണ് വെള്ളം വൃത്തിയാക്കി കൊടുക്കുന്നത്. നമ്മ വലിയ മീതാ ഏതിട്ടാ വാടാ. അതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടില്ലേ. ഭക്ഷണോ വീണ്ടും ഗുഹ. ആറ്റിട്ടൊന്നുമില്ലാത്ത ഇങ്ങനത്തെ ഒരു സെറ്റപ്പാക്കി അത് നമുക്ക് നാട്ടില് പൈസയാക്കാം. കേട്ടിട്ടാ ഗുഹ. മക്കാവ് ആദ്യം മക്കാവ്. കേരളം വിളിക്കുന്നോ. കൊടുത്തോട്ടെ. അത് പേടിയാന്നോ. ശരിയാ പിള്ളേരാ വിജയമാറ്റി കാര്യമില്ല. പേടിയാവുന്നുണ്ടല്ലോ. നമ്മളെ പെറ്റ് സ്റ്റേഷനിൽ ഇതേപോലെ സെറ്റപ്പ് ഉണ്ടായി. പക്ഷേ ഒരു ടീം വന്നിട്ട് അതിന് വേഷം ഈ ചെറുതിട്ട് നല്ല ചെപ്പുണ്ട്. അതാ
നോക്കും ഇങ്ങനത്തെ ഫീഡ് ചെയ്യുമ്പോൾ. ഉള്ള മീനിൻ്റെ സെറ്റപ്പിൽ അത് മീൻ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് പറയാം ഏത് ആട് ഇങ്ങനെ 2 ആട്. അത് ജമുനാപ്പിയാരിയ. കുറേ ഏക്കർ സ്ഥലമുണ്ട്. ഇത് കൃഷിയും ഫാമും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ അല്ലേ. അതായത് ആൾക്കാർ എവിടെയെങ്കിലും പോകാനില്ല ഇപ്പോൾ കാത്തിക്കുന്നു. അതന്നെ, ആൾക്കാർക്ക് പോകാൻ സ്ഥലം വേണം. ഗുഹയിൽ ശ്വാസം മുട്ടും, നമുക്ക് പേടിയാവും. ആദരെ ഗർഭിണി കയറി കൂടാന്ന് പറഞ്ഞ അത് ബാഹുബലി ഉണ്ട്. ബാഹുബലി. ഇനി കാലിത്തൊഴുത്തിലേക്കാണ് പോകുന്നത്. ഇത് നല്ല അടിപൊളി സെറ്റപ്പ് തന്നെ. 200 രൂപയ്ക്ക് മുതലാവും. വലിയ ആട് മറ്റേ ജമുനാപ്പിയാരി തന്നെ. ഏതാ പുറത്തില്ല ഫുള്ള് ഇതെല്ലാം നോക്കുന്ന നിങ്ങളെല്ലാം. ഫുൾ പശു. അതെ ഫുള്ള് പുറത്തുള്ള ആൾക്കാരെ നമുക്ക് പണിയെടുക്കും. മലയാളികളും ഉണ്ട്. വലിയ ഇതെല്ലാം ഉണ്ട്, പോത്തെല്ലാം ഉണ്ട്. നല്ല ഗിറുണ്ട്. അടിപൊളി ഗിറ്, വലിയ ഗിറ്. അത് നോക്കണേ, ആ ഗിറ് നോക്ക്, വലിയ ഗിറ്. ഗുജറാത്തിലെ പശുവാണ് ഗിറ്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും ഷോപ്പും ടീ ഷോപ്പും എല്ലാം ഉണ്ട്. ബാഹുബലിയിലെ പ്രതിമാണിച്ച് സിന്ധു പറഞ്ഞു കൊടുക്കുന്ന ചെക്കന് ഒരാള് ദേഷ്യം വന്നിട്ട് അമ്മിക്കല്ലെടുത്ത് ചാടുന്നതാണ്. ഒട്ടകലുണ്ട്, ഒട്ടകം. അങ്ങനെ ഏബൽ വില്ലേജ് കണ്ട് നമ്മൾ പോയാണ്. കുഴപ്പമില്ല, അല്ലമ്മ 200 രൂപയ്ക്ക് ഒരാൾക്ക് ഉണ്ട്. അത്യാവശ്യം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ. 200 രൂപയിലാവും തന്നെ. അങ്ങനെ ഇതാ കേതൊട്ടാ ഏബൽ വില്ലേജ് ഒന്ന് പുറത്തേക്ക് വന്നു. അല്ലേ കേതൊട്ടാ? അങ്ങനെ നമ്മൾ മടങ്ങിപ്പോയത്. ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു നാച്ചുറൽ കേവ് ആവുക. ഗുഹേനല്ലേ കേവ് എന്ന് പറയില്ല. അത് പേടിയാവുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. 2026 ജനുവരിയിൽ ഇത് കാണാൻ കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ബോർഡാണ്.